അല്ല, അറിയാതെ ചോദിക്കാണ്, ജാൻമണി ആരാന്നാണ് ജാൻമണിയുടെ വിചാരം? ഇനി ആരാണെങ്കിലും ഒരു സാധാരണക്കാരനെ പുച്ഛിക്കേണ്ടത്ര വലുതായിട്ടില്ല ജാൻമണി, അത് ആദ്യം മനസ്സിലാക്കൂ. ജാൻമണി വലിയ സെലിബ്രിറ്റിയാണ് അവിടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇടയ്ക്കിടയ്ക്ക് ജാൻമണിക്ക് വരുന്നുണ്ട്. ഇന്നത് വ്യക്തമായിട്ട് ജാൻമണി പറയുകയും ചെയ്തു. റസ്മിൻ ഒരു കോമണറാണ്, എൻ്റെ പോലെ ഒരു സെലിബ്രിറ്റി എടുത്ത് വന്ന് കളിക്കേണ്ടല്ല, പുറത്തിറങ്ങിയാൽ ഞാൻ കാണിച്ചു കൊടുക്കും. റസ്മിൻ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരിൽ ഒരാളായിട്ട് അകത്ത് കയറിയതാണ്. എന്ന് വെച്ചാൽ ജാൻമണിക്ക് അവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ട് വേണം, വളരെ സാധാരണക്കാരനായ ആൾക്കാരുടെ വോട്ട്. ഇത് ബിഗ് ബോസിൽ നിൽക്കാൻ വേണ്ടി മാത്രമല്ല, ജാൻമണിക്ക് ജീവിച്ചു പോകണമെങ്കിലും ഞങ്ങൾ സാധാരണക്കാർ തന്നെ വേണം. ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല, ഏതൊരു ഇൻഡസ്ട്രി നിലനിന്ന് പോകാനും ഞങ്ങൾ സാധാരണക്കാരുടെ പൈസ തന്നെ വേണം. അതെ, ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് മാത്രമേ ഏത് ഇൻഡസ്ട്രിയും നിലനിൽക്കുള്ളൂ. അത്രയ്ക്ക് പോലും അറിവില്ലേ? അതോ കഴിഞ്ഞു വന്ന വഴികളെല്ലാം ജാൻമണി ഇത്ര പെട്ടെന്ന് മറന്നോ? ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു പാസ്റ്റ് ഉണ്ടെന്നും വിശന്ന് കിടന്നിട്ടുണ്ടെന്നൊക്കെ ജാൻമണി പറയുന്ന കേട്ടല്ലോ. ഇതെല്ലാം ഇത്ര പെട്ടെന്ന് മറന്നോ? ഒരു സാധാരണക്കാരോട് ഇത്രയും പുച്ഛം തനിക്ക്? റസ്മിൻ ഇല്ലാത്തപ്പോൾ റസ്മിനെ കുറിച്ച് ഇത്രയും ആക്രോശിക്കുന്നുണ്ടായിരുന്നു അൻസിബയുടെ അടുത്ത്. അതേ ആളെന്നെ റസ്മിനെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് എത്ര മുഖമാടോ? എന്തായാലും വല്ലാതെ അഹങ്കരിക്കില്ലേ ജാൻമണി? അകത്തായാലും പുറത്തായാലും തൻ്റെ നിലനിൽപ്പിന് ഞങ്ങൾ സാധാരണക്കാർ തന്നെ വേണം, അതൊന്ന് ഓർത്താൽ നന്ന്.